മിക്ക സ്ത്രീകളും സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് യൂറിൻ പോകുന്നുവെന്ന്. ശരിക്കും ഇതെന്തുകൊണ്ടാണ് ഡോക്ടർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇതിന് പറയുന്നതാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. സാധാരണഗതിയിൽ ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ പെൽവിക് റീജിയനിലുള്ള പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആവുന്നതാണ് മെയിൻ റീസൺ. അതിന് പല കാരണങ്ങൾ കാണും. ഒന്നുകിൽ അമിതമായ ശരീരഭാരമുള്ളവരായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് റെക്കറന്റ് ആയിട്ടുള്ള ചൈൽഡ് ബർത്ത് അല്ലെങ്കിൽ ആബോർഷന്റെ ഒക്കെ കാരണം കൊണ്ട് വരാം. അപ്പൊ ഇതുകൊണ്ട് പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ചുമയ്ക്കുകയോ അല്ലെങ്കിൽ തുമ്മുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ആയാസം ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പെട്ടെന്ന് യൂറിൻ പോകുന്ന ഒരു സിറ്റുവേഷൻ കാണാം. അതിന് നമ്മൾ പറയുന്നത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ആണ്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഒബേസിറ്റി, അതായത് പൊണ്ണത്തടി കൂടുതലുള്ള ആളുകളാണെങ്കിൽ അതിന് വെയിറ്റ് മാനേജ്മെന്റ് തന്നെയാണ് ഫസ്റ്റ് സൊല്യൂഷൻ. ഇനി ഇത് പോയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില എക്സസൈസ് ഉണ്ട്. യോഗയിൽ നമ്മൾ ഒരുപാട് പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസസ് ഒക്കെ അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ആ പെൽവിക് ഫ്ലോർ എക്സസൈസ് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യുക. ഇപ്പം ശലഭാസനം അല്ലെങ്കിൽ മത്സ്യാസനം പോലുള്ള യോഗാസനങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ പെൽവിക് ഫ്ലോർ മസിൽസ് സ്ട്രെങ്തൻ ആവുന്നതാണ്. അത് മാത്രമല്ല, അതിനി മെഡിസിൻ വൈസ് എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ആയുർവേദിക് മെഡിസിൻ അല്ലെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെന്റ്സ് എടുക്കുക. അപ്പൊ ആയുർവേദിക് മെഡിസിൻ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് ഇപ്പൊ ആമുക്കുരം, അതേപോലെ ശതാവരി പോലുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഇതിന് ഓറൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ആയുർവേദ ചികിത്സയാണെങ്കിൽ വസ്തു ചികിത്സ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചികിത്സയാണ് ഈ ഒരു അവസ്ഥയിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരിലേക്കുമായിട്ട് ഷെയർ ചെയ്യുക.